ഇന്റലിജൻസ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ലാവണ്ടറിന്റെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ശരിക്കും വിചിത്ര പോലെ തോന്നിക്കുന്ന ആ ടൈപ്പ് ഒരു ഫാബ്രിക് ആട്ടോ. വിചിത്ര തന്നെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു തിക്നെസിന്റെ ആ ഒരു ഗ്രാമിന്റെ ചെറിയ ചെറിയ വേരിയേഷനിൽ ഒരുപാട് റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര റീസണബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈനും നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇത് ശരിക്കും നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ആ ലാവണ്ടറിൽ പിങ്ക് കോമ്പിനേഷനിൽ ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തയ്ക്കാട്ടോ. ഇത് കൊടുത്തേക്കുന്നത് ഒരു ഡീപ്പ് യു പോലത്തെ ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടാം. കാരണം നിങ്ങൾക്ക് ആ ഒരു കുറച്ച് വർക്ക് പോകും എന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടമുള്ള പോലെ തന്നെ വെട്ടിയെടുക്കാം കേട്ടോ. ഇതൊരു നോർമൽ നെക്കാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ വെട്ടിയെടുക്കാം. അപ്പൊ ഇതിന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല കേട്ടോ. എനിക്കൊന്ന് വിചിത്രയും ആ ഒരു കാറ്റഗറിപ്പെട്ട ഐറ്റംസ് എല്ലാം കാണാൻ നല്ലതാണ്. ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് തന്നെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ V387. റേറ്റ് ഇതിന് 790 മാത്രമേ ഉള്ളൂ. 790. രണ്ടാമത്തെ ഷെയ്ഡ് ഒരു ഗ്രീനിന്റെ തന്നെ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. ഭയങ്കര ബ്ലൂ അല്ല കേട്ടോ, ഗ്രീൻ ആണ്. ഞാൻ എല്ലാത്തിലും ഇത് പറയാറുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണേ. ഇത് ഇങ്ങനത്തെ ഷെയ്ഡ്സ് വരുമ്പം മിക്കവാറും കുറച്ച് ബ്ലൂ കളർ കൂടുതലായിട്ട് മിക്കവാറും എല്ലാ ഫോണിലും തന്നെ കാണിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും ബ്ലൂ അല്ല, കുറച്ചൊരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ബ്ലൂ കളർ. ഒരു ബ്ലൂവിന്റെ കാറ്റഗറി തന്നെയാണെന്ന് പറയാം, പക്ഷെ ഗ്രീൻ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലും പീച്ചിന്റെ കോമ്പിനേഷൻ ആണ്. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഈ കളറുമായിട്ട് ഈ ഒരു പീച്ച് റെഡ് കോമ്പിനേഷൻ നന്നായിട്ട് മാച്ച് ആവും. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ വരുന്നത് V386. റേറ്റ് 790. ഇത് നല്ല വെറൈറ്റി കളറാണ്. നമുക്കൊരു പീച്ചിന്റെയും ബ്രിക്കിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. നോർമൽ ബ്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും പീച്ചിന്റെ ശകലമായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് കളറോടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി കളറാണ്. ഇതിലും കോമ്പിനേഷൻ സെയിം തന്നെയാട്ടോ. അപ്പൊ അത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒത്തിരി നിൽക്കത്തില്ല. കാരണം ഈ ഒരു റെഡിന്റെയും പീച്ചിന്റെ കോമ്പിനേഷൻ തന്നെ ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ഫീൽ വരത്തില്ല. പക്ഷെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ടോപ്പിന്റെ കളർ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഡിഫറെന്റ് ആയിട്ടൊരു കളറാണ്. ചേരുന്ന ഷെയ്ഡ് തന്നെയാട്ടോ എല്ലാവർക്കും. നമുക്ക് ഇതിന്റെ ബോട്ടം വരുന്നതും സെയിം സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയലാണ്. കളറൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ബോട്ടത്തിന് വന്നേക്കുന്നത്. ഇതിന്റെ നമ്പർ V383. റേറ്റ് 790. അടുത്ത് വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇത് ശരിക്കും നല്ലൊരു പീകോക്കിന്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഷെയ്ഡാട്ടോ. ഇതിൽ ചെറിയ ഡബിൾ ടോൺ വരുന്നതുകൊണ്ട് കളർ ഉറപ്പായിട്ടും ചെറിയ വേരിയേഷൻ, ചിലപ്പോൾ കുറച്ചൊരു ബ്രൈറ്റർ ആയിട്ട് കാണിക്കും, ചിലപ്പോൾ കുറച്ചൊരു ഡാർക്കർ ആയിട്ട് കാണിക്കും. ഒരു ചെറിയ വേരിയേഷൻ ആണ് ഇങ്ങനെ ബ്ലൂ പോലത്തെ ഷെയ്ഡ്സിന് വരാറുണ്ട്. ഇത് നേരിട്ട് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ്. അപ്പൊ നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ഒരു കളർ വേരിയേഷൻ എന്തായാലും ചെറുതായിട്ട് ഫോണുമായിട്ട് നോക്കുമ്പോൾ ചെറിയൊരു കളർ വേരിയേഷൻ വരും. പക്ഷെ നേരിട്ട് ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബ്ലൂ കളറാണിത്. ഫ്രണ്ട് പോർഷനിൽ പിങ്ക് പീച്ച് കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല പ്രൈസ് റേഞ്ചും ആട്ടോ. ഡെയിലി ഒക്കെ ഇങ്ങനെ റഫായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ വാഷ് ചെയ്യാനൊക്കെ വേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ V384. റേറ്റ് 790. നമുക്ക് ഇതിന്റെ അടുത്ത ഷെയ്ഡ്, ഇതിൽ ഇത്രയും ഷെയ്ഡ്സ് ആട്ടോ വരുന്നത്. 4-5 കളർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് നല്ല ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡ് ആട്ടോ. സെയിം തന്നെ ആ ഒരു ത്രെഡ് വർക്കും ഡിസൈനും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ല കളേഴ്സ് ആട്ടോ. ഈ ഒരു പ്രൈസിന് നല്ല ഐറ്റംസ് തന്നെയാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്. പിന്നെ നമ്പർ V385. റേറ്റ് 790.